ഭാര്യ, ഭർത്താവ്, പിതാക്കന്മാർ, മക്കൾ, ദാസൻ, യജമാനൻ, സകല ആൾക്കാരുടെ ദൂത് പറഞ്ഞേച്ച് 10ാമത്തെ വാക്യത്തിൽ പറയുകയാ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിൽ എന്ന് പറഞ്ഞാൽ കുടുംബജീവിതം ഭദ്രമായി പോകണമെങ്കിൽ ഭാര്യയും ഭർത്താവും കർത്താവിന്റെ ആത്മാവിൽ ബലപ്പെടണം. നിന്റെ മക്കൾ നിന്നോട് നല്ല രീതിയിൽ ഇടപെടണമെങ്കിൽ മാതാപിതാക്കളെല്ലാം കർത്താവിന്റെ ആത്മാവിൽ ബലപ്പെടണം. മാതാപിതാക്കൾ നല്ല നിലവാരത്തിൽ മക്കളോട് ഇടപെടണമെങ്കിൽ മക്കളെല്ലാം കർത്താവിന്റെ ആത്മാവിൽ ബലപ്പെടണം. ദാസനും യജമാനനും അവൻ നല്ല സഹവർത്തിത്വം പുലർത്തി പോകണമെങ്കിൽ രണ്ടു കൂട്ടരും ആത്മാവിൽ ബലപ്പെടണം. ഈ അന്ത്യകാലത്ത്, ഈ വല്ലാത്ത കാലയളവിൽ പ്രിയരെ, എനിക്ക് നിങ്ങൾക്കും ആവശ്യം കായബലമല്ല, പൊളിറ്റിക്കൽ ബലമല്ല, സാമുദായിക ബലമല്ല, നിന്റെ പണത്തിന്റെ തണ്ടും കൂഷ്കുമല്ല. നമുക്ക് ആവശ്യം ആത്മബലമാണ്. ദൈവാത്മാവിന്റെ ശക്തി ഏറ്റെടുക്കണം. ഇവിടെ എഫെസോസിലുള്ളവരോട് പൗലോസ് പറയുകയാ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിന് ശക്തി. ഇത് പറയാൻ കാരണം പറയാം, അത് പെട്ടെന്ന് പറഞ്ഞങ്ങ് നിർത്താം. പൗലോസിന്റെ 3ാമത്തെ മിഷണറി യാത്രയില്ല എഫെസോസ് സഭ ആരംഭിക്കുന്നത്. 2ാമത്തെ യാത്രയിൽ വന്നു. അവിടെ അവരെ കണ്ടാൽ പറഞ്ഞു, കുറച്ച് നാൾ പാർക്കാൻ പറഞ്ഞു. പൗലോസ് പറഞ്ഞു, ഇപ്പൊ ഒക്കത്തില്, ദൈവം അനുവദിച്ചാൽ പിന്നെ വരാന്ന്. പൗലോസ് അങ്ങ് പോയി. പൗലോസ് പോയി കഴിഞ്ഞപ്പോൾ അവിടെ എഫെസോസിൽ ഒരു സഹോദരൻ വരുന്നു, അപ്പൊല്ലോസ്. അപ്പൊല്ലോസിനെ പറ്റി വായിക്കുന്നത്, ഇവന് വചനത്തിന്റെ ആഴവും പഠനവും ഒന്നും വലുതായിട്ട് അറിയത്തില്ലെങ്കിലും ആത്മാവിൽ എരിവുള്ളവന്. നല്ല എരിവാ. ഈ ചില സഭകളിലും ചില ഇടങ്ങളിൽ ചെന്ന ചിലക്ക് ഭയങ്കര എരിവാ, പക്ഷെ വചനമൊന്നും അറിയത്തില്ല. ചിലക്ക് നല്ലതുപോലെ വചനം അറിയാം, പക്ഷെ യാതൊരു എരിവുമില്ല. രണ്ടു കൂട്ടരും ഉണ്ട്. ചിലക്ക് ഭയങ്കര എരിവാ, വേദപുസ്തകം വായിക്കത്തേ ഇല്ല. വചനം പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ഉറങ്ങുന്ന കാണാം, ഭയങ്കര എരിവാ. അത് ശരിയാകുകയല്ല. ഈ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഉറങ്ങുകയും തമ്പേർ അടിക്കുമ്പം ഉണരുകയും ചെയ്താൽ അത് പരുവക്കേടാണ്. അപ്പൊ ചിലർക്ക് നല്ല എരിവാ, പക്ഷെ വചനം അറിയത്തില്ല. എന്നാൽ വേറെ ചില ഗ്രൂപ്പുകാരുണ്ട്, വചനം നല്ലതുപോലെ അറിയാം. ഒരു വാക്യം എടുത്താൽ അതിനെ 8ആയിട്ട് കീറി, ആ കീറിയ ഒന്നിനെ 4ആയിട്ട് കീറി, 4ആയിട്ട് കീറി ഒന്നിനെ എടുത്ത് 2ആയിട്ട് കീറി, 2ആയിട്ട് കീറിയതിനെ 3 പോയിന്റ് ഉണ്ടാക്കി. നല്ലതാ, പക്ഷെ യാതൊരു എരിവും പുളിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പാട്ട് പാടുമ്പം ഒരനക്കവും ഇല്ലാതല്ലേ പാടുന്നേ? കമ്പിവടി നിൽക്കുമ്പോല. ഇത് രണ്ടും പരുവക്കേടാ. നമുക്ക് ആത്മശക്തിയും വേണം, ദൈവവചനത്തിന്റെ തിട്ടവും വേണം. അപ്പൊ ഈ അപ്പൊല്ലോസ് ആത്മാവിൽ നല്ല എരിവുള്ളവനാ, പക്ഷെ വചനം അത്ര തിട്ടമില്ല. അതുകൊണ്ട് അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ അപ്പൊല്ലോസ് ഇവിടെ വന്നു. അപ്പൊല്ലോസ് വന്നു കഴിഞ്ഞപ്പോൾ യഹൂദന്മാരുടെ പള്ളി കയറി പ്രസംഗിച്ചു. ആ ശുശ്രൂഷയിൽ അക്കിലാവും പ്രിസ്കില്ലയും ഇരിപ്പുണ്ട്. ഇവന്റെ ശുശ്രൂഷയും പാഠവും കണ്ടപ്പോൾ അക്കിലാവിനും പ്രിസ്കില്ലയ്ക്കും പിടികിട്ടി ഇവൻ കർത്താവിൽ പ്രയോജനപ്പെടും. അവനെ ചേർത്ത് കൊണ്ട് ഉപദേശം പഠിപ്പിച്ചു. അങ്ങനെ ഇവൻ മിടുകനായി. ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയാം, ഒരുവൻ പ്രയോജനപ്പെടുമെന്ന് കണ്ടാൽ അവനെ ചേർത്ത് നിർത്തണം. അതിന് സഭ നോക്കരുത്. അവൻ ചർച്ച കോഡ്, IPC, അസംബ്ലീസ് കോഡ്, ഷാരോന, TPM, ബ്രദറാ, ഇവാഞ്ചലിക്കൽ, അതൊന്നും നോക്കരുത്. ഒരുവൻ കർത്താവിൽ പ്രയോജനപ്പെടുമെന്ന് കണ്ടാൽ നിന്നാലാവും വിധം കൈത്താങ്കൽ കൊടുക്കണം. സഭയുടെ ലേബൽ നോക്കി അല്ല കൈത്താങ്കൽ കൊടുക്കേണ്ടത്. അവൻ കർത്താവിൽ പ്രയോജനമുള്ളവനാകണം. സ്തോത്രം. ഇതങ്ങനല്ലല്ലോ. എല്ലാം ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയായി ചെയ്യുന്നത്. എന്നാൽ ഇവരെ നല്ല മാതൃകയാ. ഇവൻ കർത്താവിൽ പ്രയോജനമുള്ളവനായി തീരുമെന്ന് കണ്ടപ്പോൾ അവനെ ചേർത്ത് നിർത്തി ഉപദേശങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ അപ്പൊല്ലോസ് മിടുക്കനായി.